എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നീതി വിതയ്ക്കുന്നവന് എന്ത് ലഭിക്കുന്നുവെന്ന് ശ്രവിക്കാം. സദൃശ്യവാക്യം 11:18. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു, ദുഷ്ടൻ വ്യർത്ഥ ലാഭം ഉണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. സോളമൻ രാജാവിൻ്റെ സദൃശവാക്യത്തിൻ്റെ പുസ്തകം നീതിനിഷ്ഠമായ ജീവിതത്തിനുള്ള പ്രായോഗിക ഉപദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന ജ്ഞാന സാഹിത്യങ്ങളുടെ ഒരു ശേഖരണമാണ്. ഈ പഴഞ്ചൊല്ല് ദുഷ്ടന്മാരുടെ ജീവിത രീതികളും ഫലങ്ങളും നീതിമാന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പലപ്പോഴും തിരഞ്ഞെടുപ്പുകളും അവയുടെ അനന്തരഫലങ്ങളും അവതരിപ്പിക്കുന്നു. ഈ വാക്യം വഞ്ചനാപരമായ പ്രവർത്തനങ്ങളും നീതിയുള്ള പ്രവർത്തികളും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്നു. നീതിയോടെ ജീവിക്കുന്നവർക്ക് ആത്യന്തികമായി പ്രതിഫലം ലഭിക്കുന്നുവെന്ന് ഊന്നിപ്പറയുന്നു. ദുഷ്ടന്മാർ എന്നത് സത്യസന്ധമല്ലാത്തതോ അധാർമികമായതോ ആയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സൂചിപ്പിക്കുന്നു. വഞ്ചനാപരമായ പ്രവൃത്തി കൗശലത്തിലും അസത്യത്തിലും സ്വയം സേവിക്കുന്ന ഉദ്ദേശങ്ങളിലും വേരൂന്നിയ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദുഷ്ടന്മാർ പെട്ടെന്നുള്ള നേട്ടങ്ങൾ തേടാം, എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ സത്യത്തിലോ നീതിയിലോ അധിഷ്ഠിതമല്ല. നേരെ മറിച്ച് നീതി വിതയ്ക്കുന്നവർ തീർച്ചയായും ഒരു പ്രതിഫലം കൊയ്യും. നീതിയുള്ള ജീവിതം വ്യക്തമായ ഒരു ധാർമ്മിക തത്വത്തെ ചിത്രീകരിക്കുന്നു. വഞ്ചനാപരമോ പാപപൂർണമോ ആയ പ്രവൃത്തികൾ ദുഷ്ടന്മാർ ഹ്രസ്വകാലത്തേക്ക് ഉള്ള നേട്ടങ്ങൾ നൽകിയേക്കാം, എന്നാൽ അവ ശാശ്വത സമാധാനത്തിലേക്കോ വിജയത്തിലേക്കോ നയിക്കുന്നില്ല. നേരെ മറിച്ച് നീതിപൂർവം ജീവിക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, എന്നാൽ ശാശ്വതമായ ആശ്രയയോഗ്യമായ പ്രതിഫലത്തിൽ കലാശിക്കും. ഈ പ്രതിഫലം എല്ലായ്പ്പോഴും ഉടനടി ലഭിക്കില്ല, പക്ഷേ അവസാനം ഉറപ്പു നൽകുന്നു. വഞ്ചനാപരമായ പ്രവൃത്തി താൽക്കാലിക നേട്ടം അല്ലെങ്കിൽ ഭൗതിക നേട്ടം എന്നതിലേക്ക് നയിച്ചേക്കാം. നീതി വിതയ്ക്കുന്നത് സ്ഥിരവും സദ്ഗുണമുള്ളതുമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. അവിടെ സമഗ്രതയും ദയയും സത്യസന്ധതയും നീതിയും തീരുമാനങ്ങളെ നയിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവിതം നല്ല ഫലങ്ങളിലേക്ക് നയിക്കുകയും ആത്മീയമായും ധാർമ്മികമായും ശാശ്വതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. വഞ്ചനയേക്കാൾ സമഗ്രത നാം തിരഞ്ഞെടുക്കണം. ശാശ്വത നിവൃത്തി അനുഭവിക്കാൻ നീതിയുടെ ദീർഘകാല പ്രതിഫലത്തിൽ വിശ്വസിക്കുക. കൂടാതെ നിത്യത ലഭിപ്പാൻ ശരിയായ വിത്ത് തിരഞ്ഞെടുക്കുക. സ്നേഹപിതാവേ, ഈ ജീവിതത്തിലായാലും അടുത്ത ജീവിതത്തിലായാലും ദൈവം നമ്മുടെ വിശ്വസ്തതയെ മാനിക്കുകയും അതനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ സമഗ്രതയിലും നീതിനിഷ്ഠമായ ജീവിതത്തിലും ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.